അല്ല, അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ആനുകൂല്യം കിട്ടുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. നമ്മൾ ഇക്വാലിറ്റി അല്ലേ പറയുന്നത്. അപ്പൊ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒരേപോലെ ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ആനുകൂല്യത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നീ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുമിച്ച്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗജന്യ യാത്രയാണെങ്കിൽ ഓക്കെ. അല്ലാതെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഈ സർക്കാർ എല്ലാം സൗജന്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാടിന്റെ വികസനം എങ്ങനെ നടക്കും? ഈ നാടിന് വികസനം വേണ്ടേ? സൗജന്യമായിട്ട് എന്ത് കൊടുത്താലും അത് ഈ നികുതി പണം കൊണ്ടാണ് കൊടുക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മുടെ സ്ത്രീകളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. എന്തോ പറയാ, അതൊക്കെ നടപ്പിലാവുമോ? ഇങ്ങനെ പറയാൻ എല്ലാവർക്കും പറയാൻ എളുപ്പമാ, പക്ഷെ ഇതൊക്കെ നടപ്പിലാവുമെന്തോ എനിക്കറിയില്ല. നടപ്പിലാവില്ല. ഇത് നടപ്പിലാവില്ല, വെറുതെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും നടക്കാൻ പോണില്ല. അത് പാഴ്വാക്ക്. ഇതിനേക്കാളും പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ടല്ലോ, ഒന്നും നടപ്പിലാക്കിയിട്ടില്ലല്ലോ. നടക്കത്തില്ല. അത് നല്ലതാണ്, അങ്ങനെ ചെയ്യുമെങ്കിൽ അത് നല്ലതാണ്. ഒരുപാട് പാവങ്ങളുണ്ടല്ലോ, അവർക്കതൊരു വലിയ ഹോസ്പിറ്റലിൽ പോണവരും എല്ലാവരും അവർക്കൊരു സഹായമാവും. നടത്താമെങ്കിൽ അത് നല്ലതാണ്. തമിഴ്നാടൊക്കെ അങ്ങനെ നടത്തിയെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലതാണ്.